വെൽക്കം ബാക്ക് ടു ഉഷാസ് കുട്ടി ലോകം. അപ്പോൾ സച്ച് ടൈം ടു ടേക്ക് ഹാൻഡ് പെയിൻറ്റഡ് തിങ്സ് അല്ലേ. അപ്പോൾ ആദ്യത്തെ ഒരു കീ ചെയിനിലാണ് ഞാൻ ഹാൻഡ് പെയിൻറ്റഡ് ആയിട്ട് പ്രൊഡക്ട്സ് ഞാൻ കൊണ്ടുവന്നത്. ഫസ്റ്റ് കീ ചെയിനാണിത്, ഗണേശൻ്റെ കീ ചെയിനാണ്. പിന്നെയുള്ള കീ ചെയിനുകളും കാര്യങ്ങളാണ്. ഇതൊരു ഇയറിങ്സ് ഞാൻ കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ടിയർ ഡ്രോപ്പ് ഇയറിങ്സ് ആണ്. അപ്പോൾ അത് പല കളറും പല വേരിയേഷനുമായിട്ട് ചെയ്തതാണ്. പെയിൻറ്റഡ് ആണത്. ഓരോ കളർ കോമ്പിനേഷൻസ് എടുത്തിട്ട് അത് പെയിൻറ്റ് ചെയ്തതാണ്. സോ ഫസ്റ്റ് ഒരു കളർ ഇടും, പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കളർ ഇട്, അത് പെയിൻറ്റിങ് വുഡനാണത്. അപ്പം സൗന്ദര്യം എന്ന പേരൊക്കെ പിന്നെ ഇട്ടു. ആൻഡ് ദീസ് ആർ ദി ഇയറിങ്സ്. സം ഓഫ് ദി ഇയറിങ്സ് വിച്ച് ആർ ഞാൻ ഓരോന്ന് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഫോട്ടോ എടുക്കുന്നതാണ്. ഇത് സ്കൈ ടിയർ ഡ്രോപ്പ്, സ്കൈൻ്റെ വേരിയേഷൻ പോലത്തെ ഉള്ള, പിന്നെ ബ്ലൂ ടിയർ ഡ്രോപ്പ്, പിന്നെ റെഡ് കളർ ടിയർ ഡ്രോപ്പ്. ഇതൊക്കെ ഞാൻ സ്ഥിരം ഇപ്പോൾ ഇടണമൊക്കെ ഉണ്ട്. ബ്ലൂ ഞാൻ ഇയറിങ്സ് ഞാൻ ഇപ്പോൾ കാണിച്ചില്ലേ. പിന്നെ പേർപ്പിൾ ഇയറിങ്സ് ആണ് ഇത്. അങ്ങനെ പല വുഡൻ ഷേപ്സും അതെ. ദീസ് ആർ ദ ഷേപ്സ്, ഓറഞ്ച്, ബ്ലൂ, പിന്നെ ഇങ്ങനെ ഒരു എന്താ പറയുക ഗ്രേ കാനിയൻ പോലത്തെ ഒരു കളർ ടോണുള്ള കളേഴ്സ്, പിന്നെ റെട്രോ തീമായിട്ടുള്ള ഇയറിങ്സ്. അങ്ങനെ പല ഇയറിങ്സ് ആഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ എന്താ പറയുക, ആദ്യം ഇയറിങ്സ് ചെയ്യും, പിന്നെ അതിനുള്ള ഡിസൈനും ഒക്കെ അങ്ങനെ ചെയ്യും. പിന്നെ റെഡ് പാരറ്റ് ഇയറിങ്സ്, അതിങ്ങനെ ഈഫിൾ ടവറൊക്കെ ഉള്ള ചെറിയ തൂക്കമൊക്കെ ഉണ്ട്. ഈവൻ പാരറ്റ്സ് ആണ്, യെല്ലോ പാരറ്റ്സ്. ഇത് ഓറഞ്ച് പാരറ്റ് ഇയറിങ്സ് ആണ്. ഇത് പാരറ്റ് എന്ന് പറയുന്നത് വുഡനാണ്, ചെറിയ ലൈറ്റ് വെയ്റ്റഡ് ആണത്. സോ ഐ തോട്ട് ഇത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൂടെ വരുമ്പോഴാണ് ഭയങ്കര ഒരു എസ്തെറ്റിക് അപ്പീലാണ്. പിന്നെ ഞാൻ മലയാളം അക്ഷരങ്ങൾ ഞാൻ പെയിൻറ്റ് ചെയ്തായിരുന്നു. അത് ഓൾറെഡി വുഡൻ ആയിരുന്നു, അത് കിട്ടണതാണ്, ഇങ്ങനെ മേടിക്കാൻ കിട്ടണതാണ്. ആൻഡ് ഐ തോട്ട് ഓഫ് പെയിൻറ്റിങ് ഓൺ ദാറ്റ് ഓൾസോ. സ്റ്റാർട്ടഡ് ടു പെയിൻറ്റ് ഓൺ മെനി തിങ്സ്. അതാണ് അക്ഷരങ്ങൾ പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങി. ദെൻ അഗെയിൻ കീ ചെയിന് പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങി. ഇത്രയും കീ ചെയിൻസ് പെയിൻറ്റ് ചെയ്യുകയും ചെയ്തു. അതിൽ ഒട്ടുമിക്കതും വിറ്റുപോവുകയും ചെയ്തു. ദിസ് ഇസ് വൺ ഓഫ് ദ ബ്രോൺസ് ഇയറിങ്. ബ്രോൺസ് പെയിൻറ്റ് വെച്ചിട്ട് ചെയ്തതാണ്. ഇത് കളർ കുറച്ച് ആ വുഡനും പിന്നെ ആ പാരറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കുറച്ച് വേരിയേഷൻസ് ആണ് ഇതൊക്കെ. കുറച്ച് വലുതാണിത് ഇയറിങ്സ്, പക്ഷേ നല്ല രസമാണ് കാണാൻ. മെറ്റാലിക് പെയിൻ്റൊക്കെ യൂസ് ചെയ്തിട്ട് പിന്നെ അതൊക്കെ പെയിൻസിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. പല കളേഴ്സ്, പല ബീഡ്സ് ആഡ് ചെയ്യാൻ തുടങ്ങി. ബീഡ്സും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഇയറിങ്സ് ചെയ്യാൻ തുടങ്ങി. ആക്ച്വലി ഇത് ചെയ്തു വന്നപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ തന്നെ സെൽഫായിട്ട് പഠിക്കുമല്ലോ, കുറേ കാര്യങ്ങൾ അങ്ങനെ പഠിച്ചെടുത്തതാണ് ചിലതൊക്കെ. അല്ലാണ്ട് ഐ ഡോണ്ട് ഹാവ് എനി പ്രയർ എഡ്യൂക്കേഷൻ ഇൻ ദിസ്. ബട്ട് ചെയ്താണ് ചെയ്തും കണ്ടും പഠിച്ചെടുത്തതാണ് ഇതൊക്കെ. ആൻഡ് ഇറ്റ് വാസ് ഡിഫിക്കൾട്ട് ബിക്കോസ് ടു ബെൻഡ് ദ ഇയറിങ്ങിൻ്റെ ആ റിങ് ഭാഗം നമ്മൾ വളച്ചെടുത്ത് സ്പാനർ കൊണ്ട് വളച്ചെടുത്തിട്ടാണ് അതിനെ ഹുക്കാക്കി അത് ഇയറിങ് ആക്കണത്. സോ ഇറ്റ് ഈസ് ടേക്കിംഗ് ലോട്ട് ഓഫ് ടൈം. ഫസ്റ്റ് ഇയറിങ് ഒക്കെ ചെയ്തപ്പോൾ ഇറ്റ് ടുക്ക് മീ 1 hour ഓർ സംതിങ്. ദെൻ അതൊരു ഫ്ലോ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതെനിക്ക് ചെയ്യാൻ പറ്റി. സോ ദെൻ അഗെയിൻ ഞാൻ കീ ചെയിനിലേക്ക് ഇപ്രാവശ്യം വന്നു. ഞാൻ അമ്മയുടെ ഒരു കീ ചെയിൻ ചെയ്തായിരുന്നു. സോ ദാറ്റ് വാസ് ദ ലേറ്റസ്റ്റ് കീ ചെയിൻ ദാറ്റ് ഐ ഡിഡ്. പിന്നെ നമ്മുടെ മിനി ക്യാൻവാസസ്, ഇതൊക്കെ ഹാൻഡ് പെയിൻറ്റഡ് ആണ്. അപ്പോൾ ആ ഹാൻഡ് പെയിൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം എന്ന് വിചാരിച്ചു. ദിസ് ഇസ് ഓൾസോ ടോട്ട് ബാഗ്, ഹാൻഡ് പെയിൻറ്റഡ് ആണ്. ഹാൻഡ് പെയിൻറ്റ് ചെയ്തിട്ട് പിന്നെ സ്പ്രേ ചെയ്തായിരുന്നു, എന്ന് വെച്ചാൽ പെയിൻറ്റ് പോകാണ്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ ഈ പെയിൻറ്റ്സ് ഒക്കെയാണ് യൂസ് ചെയ്തത് ഈ ടോട്ട് ബാഗിന് വേണ്ടി. പിന്നെ മിനി ക്യാൻവാസ്, ഇതൊക്കെ വിറ്റുപോയിട്ടോ. ലവ്, അതൊക്കെ ആദ്യത്തെ ദിവസം തന്നെ അത് വെച്ചപ്പോഴേക്കും അത് ആൾക്കാർക്ക് അത് ഭയങ്കര ഇഷ്ടമായി, കൊണ്ടുപോയി. ഇതും അതേ കൊണ്ടുപോയി. എവറിത്തിങ് വാസ് സോൾഡ് ഔട്ട് കൈൻഡ് ഓഫ്. ഇത് ഭയങ്കര ഇഷ്ടമായി. ഒരു കുട്ടി ഭയങ്കരമായിട്ട് അത് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്തു, നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇതും അതേ ഭയങ്കരമായിട്ട് കുറേ പേര് സജസ്റ്റ് ചെയ്ത് മേടിച്ചു, അത് അപ്പം തന്നെ കൊണ്ടുപോയി. So I hope you like this video. Until next time, thank you for joining me into this kutti hand painted video.